ഇവിടെ നമുക്ക് ഇറാനിലെ സംഭവങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇറാനിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി, ഈ അബ്ബാസ് അരക്ചിയാണ് പാകിസ്ഥാനിലും മറ്റുമെത്തി മധ്യസ്ഥ ചർച്ചകൾക്കും മറ്റും ശ്രമം നടത്തിയിരിക്കുന്ന ആൾ. അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റും ഒപ്പം സ്പീക്കറും പാർലമെന്റ് സ്പീക്കറും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അബ്ബാസ് അരക്ചിയുടെ തല തൊപ്പിതെറിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇപ്പോൾ വിവരം. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകളിൽ പ്രസിഡന്റിനെ അറിയിക്കാതെ റവല്യൂഷണറി ഗാർഡ് ചീഫിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അബ്ബാസ് അരക്ചി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. അതായത് അബ്ബാസ് അരക്ചി ഒരു മന്ത്രി എന്നതിനേക്കാൾ അപ്പുറം ഒരു റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡർ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനമാണ്. നമുക്കറിയാം അവിടുത്തെ അധികാര സംവിധാനങ്ങളിൽ ഇപ്പോൾ മുസ്തഫ ഖമനേയി അത്ര സുഖകരമായ ഒരവസ്ഥയിലല്ല. റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കയ്യിലാണ് ഈ അധികാരം എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇതിപ്പോൾ അജയ് സുധാ ബിജു, പ്രസിഡന്റ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി പറയുന്നുണ്ട് 3ഉം 4ഉമായി വിഘടിച്ചിരിക്കുകയാണ് ഇറാനിലെ ഭരണ സംവിധാനമെന്ന്. അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ ഭരണ സംവിധാനത്തിലൊരു മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലോ. അധികാരം സൈന്യത്തിൻ്റെ പക്കലേക്ക് വന്നാൽ അബ്ബാസ് അരക്ചി അവിടുത്തെ പ്രധാനിയായി മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രംപ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ട്രംപ് എപ്പോഴും പറയുന്നത് പോലെയുള്ള ചില പൊള്ളയായിട്ടുള്ള വാദങ്ങൾ എന്ന് മാത്രമാണ് ലോകം കരുതിയിരുന്നത്. പക്ഷേ ഇറാനിൽ നിന്ന് തന്നെയുള്ള ചില കാര്യങ്ങൾ പല നേതാക്കളും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ഇല്ലാത്തത്, അതുപോലെ ഇപ്പോഴുള്ള കാര്യം തന്നെ നമ്മൾ ഉദാഹരണമായി എടുത്തു നോക്കുകയാണെങ്കിൽ ചില നേതാക്കൾ, അതായത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആണെങ്കിലും ഇറാന്റെ പ്രസിഡന്റ് ആണെങ്കിലും അവർക്ക് US നേരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വരുമ്പോൾ മറ്റ് ചിലർ ഒരു മിതമായിട്ടുള്ള ഒരു സമീപനത്തിലൂടെ മുന്നോട്ട് പോകുന്നത്, ഇതെല്ലാം നമുക്ക് അവിടെ കാണാനാകുന്നുണ്ട്. അതുപോലെ IRGCയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന പോലെയല്ല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ വരുന്നത്. ഇതെല്ലാം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ തന്നെ അവർക്കിടയിൽ ഒരു സമന്വയമില്ല എന്ന് നമുക്ക് കാണാനാകും. അപ്പോഴാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിക്ക് എതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. എന്തായാലും നിലവിലുള്ള കാര്യങ്ങൾ ചില റിപ്പോർട്ടുകൾ മാത്രമാണ്. ഈ അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം തന്നെ ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ അബ്ബാസ് അരക്ചി എന്ന് നമുക്ക് കാണാനാകും. പാകിസ്ഥാനിൽ ആദ്യഘട്ടം നടന്ന ചർച്ചയിൽ അബ്ബാസ് അരക്ചിയും അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലായിടത്തും യാത്ര നടത്തി പരമാവധി ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും ഇറാനെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാ വേദിയിലും സംസാരിക്കാൻ ആദ്യം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതേ നേതാവിനെതിരെ തന്നെ രാജ്യത്തിൽ നിന്ന് എതിർ സ്വരങ്ങൾ ഉയരുന്നു എന്നതാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കാണാനാകുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.